ഹേ ഗൈസ്, ഞാനേ ഇന്നലെ ചുമ്മാ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൊരു പഴങ്കഞ്ഞിയുടെ വീട്ടിൽ കണ്ടു. അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാൻ പൂതിയായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലൊക്കേഷൻ വരുന്നത് പറവൂരാണ്. പഴങ്കഞ്ഞി കട തമിഴ്നാട് ഭക്ഷണശാലയാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ എത്തി എൻ്റെ ഫ്രണ്ട് ഒരു ചോറും ഓർഡർ ചെയ്ത് ഞാനൊരു പഴങ്കഞ്ഞി ഓർഡർ ചെയ്തു. അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ സ്പൂണോട് ഫസ്റ്റ് കഴിച്ചു, പിന്നെ കൈയോട് കഴിക്കുന്നത് അത് വേറെ ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ സ്പൂണൊക്കെ ഒഴിവാക്കി കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ പഴങ്കഞ്ഞിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല കട്ട തൈര് ഉണ്ടായിരുന്നു, രണ്ട് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സവാള, കപ്പ, അതൊക്കെ ഒരു ചട്ടിയിലുണ്ട്. പിന്നെ വേറൊരു ചട്ടി ഉണ്ടായിരുന്നു, അതിൽ 3 ചമ്മന്തി ഉണ്ടായിരുന്നു. അതും 3 വ്യത്യസ്ത ടേസ്റ്റുള്ള ചമ്മന്തികൾ. പിന്നെ ഒരു ഉണക്കൽ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി ഒരു പിടിപിടിച്ചു ഗൈസ്. പിന്നെ വെറും 80 രൂപയുള്ളി പഴങ്കഞ്ഞിക്ക്. അതാണ് എനിക്ക് മെയിൻ അട്രാക്ട് ചെയ്ത കാര്യം തന്നെ. കാരണം ഇത്രയും സാധനങ്ങൾ അതിൽ ഉൾപ്പെടുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുമല്ലോ. പക്ഷെ വെറും 80 രൂപ. അങ്ങനെ എൻ്റെ വയറും നിറഞ്ഞ് മനസ്സിൽ നിറഞ്ഞ് ഞാൻ അത് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ കുറെ കോമഡിയൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല. ഫുഡാണ് നമ്മളത്. അതിനകത്ത് കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും പറവൂർ ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈ പറവൂർ തമിഴ്നാടൻ ഭക്ഷണശാലയിൽ പോയിട്ട് ഈ പഴങ്കഞ്ഞി ട്രൈ ചെയ്യും. ഞാൻ എന്തായാലും ലൊക്കേഷനിൽ കൊടുക്കാം. അപ്പം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഞാൻ പിന്നെ വാരി വെച്ച എക്സ്പ്രഷനൊന്നും ഉണ്ടായിട്ടാണ് സംഭവം ടേസ്റ്റിയാണ്. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോയി. ബൈ.